മോശ ഇസ്രായേൽ ജനത്തെ ഇറക്കിയേ ഉള്ളൂ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്. എന്നാൽ ഇവരെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ട് എത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭുജമായിട്ട് ഉപയോഗിച്ചത് ജോഷുവയാണ്. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ജോഷുവ അവർക്ക് സ്വസ്ഥത വരുത്തിയിരുന്നെങ്കിൽ. അപ്പോ ആരാ സ്വസ്ഥത കൊടുത്തേ? ജോഷുവ അല്ലേ? അല്ല, നമ്മുടെ പൊട്ടത്തരമാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ. സ്വസ്ഥത കൊടുത്ത ദൈവം ഉപയോഗിച്ച ഭുജമാണ് ജോഷുവ. യഹോവയാണ് ദൈവം, സ്വർഗസ്ഥ പിതാവ് എല്ലാം ചെയ്യുന്നേ. അതിനുവേണ്ടി പല ഭുജങ്ങളും ഉപയോഗിക്കും. അത് മനുഷ്യരായിരിക്കാം, ദൂതവർഗമായിരിക്കാം, തന്റെ പുത്രനായ ക്രിസ്തു ആയിരിക്കാം. എല്ലാം ചെയ്യുന്നത് സ്വർഗസ്ഥ പിതാവായ യഹോവയാണ് ദൈവമാണ്. മനസ്സിലാക്കുക. പലരും ഇത് തിരിച്ചറിയാതെ എവിടെയൊക്കെ ക്രിസ്തു എന്ന് പറഞ്ഞു അത് ഉപയോഗിച്ചിട്ട് പിതാവിനെ ഔട്ടാക്കും. അങ്ങനെയല്ല, ഈ ക്രിസ്തുവും ഈ അപ്പന്റെ ഭുജമാണ്. ബൈബിൾ വളരെ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നു. ഇതാ നോഹയിലൂടെ 8 പേരെ രക്ഷിച്ചു, മോശയിലൂടെ കുറെ പേർ രക്ഷിച്ചു, പക്ഷെ എല്ലാവരും എത്തിയില്ല. അതിൽ കുറച്ചു പേർ ജോഷുവയിലൂടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി. എല്ലാവരും ഉപയോഗിച്ചത് സ്വർഗസ്ഥ പിതാവ് തന്നെയാണ്. ഇനി മോശയെ ഉപയോഗിച്ച അതേ ദൈവം ഇവിടെ തന്റെ പുത്രനായ ക്രിസ്തുവെ ഭുജമായിട്ട് ഉപയോഗിക്കുക. ക്രിസ്തുവിലൂടെ നമ്മളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നല്ല, ലോകത്തിന്റെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്നു. തുടർന്ന് നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിപ്പാൻ തന്റെ ആത്മാവിനെ അയക്കുന്നു, ആത്മാവിനെ ഭുജമായി ഉപയോഗിക്കുന്നു. എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ സ്വർഗസ്ഥ പിതാവിന്റെ ഭവനത്തിൽ എത്തണം. ആ ഒരു ലക്ഷ്യമാണ്. എഫെസ്യർ 5:1 പറയാണ്, ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിപ്പീൻ. അപ്പോ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തുറക്കുമ്പോൾ തന്നെ അതിന്റെ 2-ാം വാക്യം ഒരു പ്രശ്നമാണ്, മൊത്തം പ്രശ്നമാണ്. അവർ എഴുതിയിരിക്കുന്നു ദൈവം ആദിയിൽ ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, മൊത്തം അന്ധകാരം വ്യാപിച്ചിരുന്നു. പ്രശ്നം. അപ്പൊ അപ്പൻ എന്താ ചെയ്തത്? ഇതാ ഭൂമി പാഴായിരിക്കുന്നു, ശൂന്യമായിരിക്കുന്നു. അതായത് തന്റെ ചുറ്റും പാഴ് ശൂന്യമാണ് കാണുന്നത്. നോക്കുമ്പോൾ മൊത്തം അന്ധകാരം കാണുന്നു, മൊത്തം ഇരുള്, ഒരു വെളിച്ചവും ഇല്ല. അപ്പോൾ അപ്പൻ എന്താ ചെയ്തത്? കണ്ടതല്ല അപ്പം പറഞ്ഞത്, തനിക്ക് വേണ്ടത് അപ്പം പറഞ്ഞു. താൻ കണ്ടത് മിണ്ടിയില്ല. നമ്മളാണെങ്കിൽ കണ്ടത് മിണ്ടിക്കൊണ്ടിരിക്കും. അയ്യോ ഓടിവാ, മൊത്തം പാഴായേ, മൊത്തം ശൂന്യമായേ, മൊത്തം ഇരുട്ടായേ, പാസ്റ്ററേ, അച്ചോ ഓടിവാ എന്ന് വിളിക്കുന്നതിന് പകരം സ്വർഗത്തിലെ ദൈവം എന്ന നമ്മുടെ അപ്പൻ പറഞ്ഞത് കണ്ടതല്ല, തനിക്ക് വേണ്ടത് പറഞ്ഞു. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. കണ്ടത് പറയരുത്, നിനക്ക് വേണ്ടത് പറയണം.